ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബിൽ അടിപൊളി ഒരു സുന്ദരി പൂവാണ് കേട്ടാ. ഈ ഒരു പൂവിൻ്റെ വലിപ്പം നോക്കിയേ, അടീനിയത്തിൻ്റെ പൂവ് കണ്ടാൽ ശരിക്ക് റോസ് വിരിഞ്ഞ് നിൽക്കണ പോലെയുണ്ട്, റോസാപ്പൂ പോലെ. എന്താ ഒരു ഭംഗി നോക്കിയേ. ഈ പൂവ് വിടർന്ന് നിൽക്കണ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാണ്ട് ഒരു സുഖമില്ല. അപ്പം ഞാൻ പിന്നെ അത് വീഡിയോ പിടിക്കാമെന്ന് വെച്ചു, നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ. എൻ്റെ വ്യൂവേഴ്സിന് ഞാൻ എൻ്റെ ചെടികളെല്ലാം അപ്ഡേഷൻ കാണിക്കുന്ന കാരണം ഈ ഒരു പൂവ് കണ്ടു കഴിഞ്ഞപ്പോഴേ എന്താ ഒരു ഭംഗി നോക്കിയേ. എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല ഈ ഒരു പൂവ്. ഇതിലിതേ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ പൂക്കൾ. ഇതിൻ്റെ ഈ ഒരു കമ്പ് ഞാൻ പ്രൂൺ ചെയ്തതാണ്. ഇതേ കണ്ട, പ്രൂൺ ചെയ്ത് സാഫൊക്കെ തേച്ച് ഇതിൽ 2 ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഇത് വിത്ത് പാകി മുളപ്പിച്ച അടീനിയാണ് ഞാൻ. ഇതിൽ നോക്കിയാൽ വേറെ കുറേ തൈകൾ മുളച്ച് വരുന്നുണ്ട് വിത്ത് പാകിയിട്ട്. ഇത് ഞാൻ 3 വിത്ത് പാകിയാൽ ഒരു ചെടീന് ഇത് കണ്ട. ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് പൂക്കൾ വിടർന്ന് വരുന്നുണ്ട്. ചിലത് കൊഴിയാറായി നിൽക്കുന്നുണ്ട്. അടീനിയം പൂക്കൾ എന്താ ഭംഗിയില്ലേ. നമ്മുടെ തോട്ടത്തിൽ ഇത് മാത്രം മതി. ഒരുപാട് വെറൈറ്റിയിലുള്ള കാരണം നമുക്ക് ഇത് എത്ര കണ്ടാലും മതിയാവില്ല. അടീനിയത്തിന് ഞാൻ കൂടുതലായിട്ടും കൊടുക്കുന്നത് NPK ആണ് കേട്ടോ. NPK 19 ഇല്ലേ, അതിന് സ്ഥിരമായിട്ട് ഞാൻ എൻ്റെ അടീനിയങ്ങൾക്ക് കൊടുക്കുന്നത്. നന്നായി പൂവുണ്ടാവും ആ ഒരു വളം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇടയ്ക്ക് ലേശം ചാണകപ്പൊടി എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കും. മാസത്തിൽ 1 വട്ടമൊക്കെ അത് ഇട്ട് കൊടുക്കും. NPK 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ആ വളവും ഇട്ട് കൊടുക്കും. പിന്നെ ടെറസിൻ്റെ മേലെ ആയതുകൊണ്ട് ആവശ്യത്തിനുള്ള വെയിൽ കിട്ടും ഇതിന്. വെയിലുള്ളതുകൊണ്ട് തന്നെ ഇതിൽ എപ്പോഴും നിറയെ പൂക്കൾ വന്നുകൊണ്ടിരിക്കും. ഇത് ഞാനേ ഒരു വിത്തിട്ട് മുളപ്പിച്ച തയ്യിന് കേട്ടാ ഈ പൂവിട്ടിട്ടുള്ളത്. 3 വിത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നിട്ട് അത് ഞാൻ മുളപ്പിച്ചിട്ട് അതിലത്തെ ഒരു തയ്യിന് ഇപ്പോൾ ഈ ചുവന്ന പൂവ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതേ കുറേ വിത്തുകൾ ഇതിൻ്റെ കടക്കിൽ ഞാൻ വേറെ വെള്ളേര മുളപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതൊക്കെ വിത്തിട്ട് മുളപ്പിച്ചിട്ടുള്ള തൈകളാണ്. വിത്തിട്ട് മുളപ്പിച്ച തൈകൾ എല്ലാവരും പറയും അതേ പൂവ് തന്നെ വരില്ല എന്ന്. പക്ഷേ എനിക്ക് ഞാൻ വിത്തിട്ട് മുളപ്പിച്ച അതേ പൂവ് തന്നെ അത് പൂവിട്ടപ്പോൾ കിട്ടി. അതൊരു ഭാഗ്യമാണ്. സാധാരണ എല്ലാവരും പറയാറ് സെയിം പൂവ് തന്നെ അതിൽ വരാറില്ല. ഇപ്പോൾ ഡബിൾ പെറ്റലാണ് നമ്മൾ മുളപ്പിച്ചതെന്ന് വെച്ചാൽ സിംഗിൾ പെറ്റലായി വിരിയും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ. എൻ്റെത് ഡബിൾ പെറ്റൽ തന്നെ നല്ല ഭംഗിയിൽ